ഹായ് ഫ്രണ്ട്സ്, ഓൾ ഫോർ യു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ AC ജനറേറ്റേഴ്സ് എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. AC ജനറേറ്റേഴ്സിനെ നോർമലി നമ്മൾ പറയുന്നൊരു പേരാണ് ഓൾട്ടർനേറ്റർ. നിങ്ങൾക്കറിയാം, നമ്മുടെ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്ന മെഷീൻസാണ് എന്ത് ഓൾട്ടർനേറ്റർ. അതൊരു സിങ്ക്രണസ് മെഷീനാണ്. സിങ്ക്രണസ് മെഷീൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മെഷീനായിരിക്കും എന്ത് ഈ ഓൾട്ടർനേറ്റർ. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷണൽ പാർട്ടിലേക്ക് വന്നാൽ അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ളത് അതിൻ്റെ ഫീൽഡ് ആയിരിക്കും. സ്റ്റേഷനറി പാർട്ട്, അതായത് സ്റ്റേറ്റർ ആയിട്ടുള്ളത് അതിൻ്റെ ആർമേച്ചർ ആയിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. DC മെഷീൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇത് നേരെ തിരിച്ചാണ് DC മെഷീൻസിൽ എന്താണ് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആർമേച്ചറാണ്, സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. AC ജനറേറ്റേഴ്സിൽ നേരെ തിരിച്ചാണ്. AC ജനറേറ്റേഴ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് എന്തായിരിക്കും? റോട്ടറായിരിക്കും. സ്റ്റേറ്ററാണ് എന്ത് ആർമേച്ചറായിട്ട് നിൽക്കുക. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഈസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വിത്ത് DC. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ഇഫ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫീൽഡ് വൈൻഡിങ് ഏത് സപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുക? AC ആണോ, DC ആണോ, ബോത്ത് AC ആണോ, DC ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ DC ആണ് അതിൻ്റെ ഉത്തരം. ഇത് ചിലപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ വരുന്ന എക്സാമിന് ചോദിച്ചേക്കാം. അത് ഓർത്തിരിക്കുക. ഫീൽഡ് എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്നത് DC സപ്ലൈ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ റോട്ടറിന് 2 ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട് ഈ AC ജനറേറ്റേഴ്സിൻ്റെ. ഒന്ന് സാലിയൻ പോൾ മെഷീൻസും മറ്റൊന്ന് നോൺ സാലിയൻ പോൾ മെഷീൻസും. നോൺ സാലിയൻ പോൾ മെഷീൻസിന് നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, സിലൻഡ്രിക്കൽ പോൾ എന്നും കൂടി ഈ ഒരു ഇതിനെ പറയാറുണ്ട്. അതും കൂടി ഓർത്തിരിക്കുക. സിലൻഡ്രിക്കൽ പോൾ എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇതും ക്വസ്റ്റ്യൻ വന്ന മറ്റൊരു ഏരിയ ആണ്. ഈ പറഞ്ഞ റോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് സാലിയൻ പോൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോളായിരിക്കും. അതിൻ്റെ യൂണിഫോമിറ്റി ഒന്നും ഉണ്ടാവില്ല. അത് യൂസ് ചെയ്യുന്നത് സ്ലോ സ്പീഡ് ആപ്ലിക്കേഷനിലാണ്. അതായത് സ്പീഡ് കുറവുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സാലിയൻ പോൾ മെഷീൻസ് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രോ ഇലക്ട്രിക്കും ഡീസൽ എഞ്ചിനും. ഓർത്തിരിക്കുക, ഇത് ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖലയാണ്. പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക്കിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, സാലിയൻ്റ് ആണോ നോൺ സാലിയൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് എടുത്തിട്ട് ലോ സ്പീഡിൽ ഏതാണ്, ഹൈ സ്പീഡിൽ ഏതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പോളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ റോട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ന് വെച്ചാൽ ലാർജ് ഡയയും സ്മോൾ ആക്സിയൽ ലെങ്ത് ആയിരിക്കും എന്ത് സാലിയൻ പോൾ മെഷീൻസിൽ. നിങ്ങൾ ഇത്രയും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോൺ സാലിയൻ പോളിൽ. അതായത് ഇവിടെ സാലിയൻ പോളിൽ എന്താണ് സ്ലോ സ്പീഡാണ്, ഹൈഡ്രോ ഇലക്ട്രിക് ഡീസൽ എഞ്ചിൻ ആപ്ലിക്കേഷൻ, ദെൻ ലാർജ് ഡൈ ആൻഡ് സ്മോൾ ആക്സിയൽ ലെങ്ത്. നേരെ ഓപ്പോസിറ്റ് നോൺ സാലിയൻറ്റിലാണെങ്കിൽ ഹൈ സ്പീഡ് മെഷീൻസ് ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? തെർമൽ പവർ പ്ലാന്റ്, അതായത് ടർബോ ഓൾട്ടർനേറ്റേഴ്സ് എന്നാണ് അതിനെ പറയുക. ടർബോ ഓൾട്ടർനേറ്റേഴ്സ് എപ്പോഴും എന്താണ് നോൺ സാലിയൻ പോൾ മെഷീൻസ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നൊരു മേഖലയാണിത്. അതുപോലെ തന്നെ അതിൻ്റെ ഡയയും അതിൻ്റെ ആക്സിയൽ ലെങ്ത്, സ്മോൾ ഡയയും ലോങ് ആക്സിയൽ ലെങ്ത് ആയിരിക്കും എന്ത് എപ്പോഴും നോൺ സാലിയൻ പോൾ റോട്ടറിന് ഉണ്ടായിരിക്കുക. ദെൻ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഈ ഒരു മേഖലയിൽ ചോദിച്ച് കാണാറുള്ള അതിൻ്റെ സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ. NS = 120 F/P. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ അത് ഫ്രീക്വൻസി ചോദിക്കാറുണ്ട്. F എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് EMFൻ്റെ ഫ്രീക്വൻസിയാണ്. ഇത് നമ്പർ ഓഫ് പോളാണ്. P എന്ന് പറഞ്ഞാൽ ഇത് സിങ്ക്രണസ് സ്പീഡ്. പലപ്പോഴും ഈ സിങ്ക്രണസ് സ്പീഡും പോളൊക്കെ തന്നിട്ട് ഫ്രീക്വൻസി എത്രയാണ് ജനറേറ്റഡ് EMFൻ്റെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തെങ്കിലും പഠിക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കോയിൽ സ്പാൻ എന്താണ്? കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്റ്റീവ് സൈഡ്സ് ഓഫ് എ കോയിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോയിൽ സ്പാൻ എന്ന് പറയാം. ഈ ഒരു ടേംസ് ഞാൻ പറയുന്നത് ഒരു 2 ടേംസ് ഉണ്ട്. അതായത് പിച്ച് ഫാക്ടറും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നും പറഞ്ഞിട്ട് 2 കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട്
പറയുന്നുള്ളൂ. ഫുൾ പിച്ച് കോയിലിനകത്ത് ഈ കോയിൽ സ്പാൻ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ഇലക്ട്രിക്കലിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഫുൾ പിച്ച് കോയിലിനകത്ത് കോയിൽ സ്പാൻ എപ്പോഴും 180 ഡിഗ്രി ഇലക്ട്രിക്കലിന് ഇക്വലൻ്റ് ആയിരിക്കും. ഷോർട്ട് പിച്ച് കോയിലിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോയിൽ സ്പാൻ എപ്പോഴും ലെസ് ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഇത്ര ഓർത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ദെൻ പിച്ച് ഫാക്ടർ കാണാനുള്ള ഒരു ഇക്വേഷനാണ് പിച്ച് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ എം എഫ് വിത്ത് ഷോർട്ട് പിച്ച് കോയിൽ ഡിവൈഡഡ് ബൈ ഇ എം എഫ് വിത്ത് ഫുൾ പിച്ച് കോയിൽ. ഇത് ഓർത്തിരിക്കുക. പിച്ച് ഫാക്ടർ കെ പി ഇസ് ഈക്വൽ ടു ഇ എം എഫ് വിത്ത് ഷോർട്ട് പിച്ച് കോയിൽ ഡിവൈഡഡ് ബൈ ഇ എം എഫ് വിത്ത് ഫുൾ പിച്ച് കോയിൽ. അതിൽ ഫുൾ പിച്ച് കോയിലാണെങ്കിൽ എപ്പോഴും ഈ കെ പി, അതായത് ഈ പിച്ച് ഫാക്ടർ ഈക്വൽ ടു എന്താണ്, 1 ആയിരിക്കും. ഷോർട്ട് പിച്ച് കോയിലിനകത്താണെങ്കിൽ കെ പി എപ്പോഴും എന്താണ്, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് വേണ്ടത് പിച്ച് ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്. പിച്ച് ഫാക്ടർ എന്താണ്, കെ പി ഇസ് ഈക്വൽ ടു ഇ എം എഫ് വിത്ത് ഷോർട്ട് പിച്ച് കോയിൽ ഡിവൈഡഡ് ബൈ ഇ എം എഫ് വിത്ത് ഫുൾ പിച്ച് കോയിൽ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 ഇ എം എഫ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും പിച്ച് ഫാക്ടർ ഫൈൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു റേഷ്യോ അറിഞ്ഞിരിക്കണം. ഈ ഒരു റേഷ്യോയിലാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് കെ ഡി വെച്ചിട്ടാണ്. അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, ഇ എം എഫ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഡിവൈഡഡ് ബൈ ഇ എം എഫ് വിത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കുക. ഇതിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്കാർക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ബ്രാഞ്ചുകാർ സിവിൽ മെക്കാനിക്കലുകാർക്ക് ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂസിങ് വന്നൊരു പോർഷനാണിത്. നിങ്ങളിത് ജസ്റ്റ് എങ്ങനെയെങ്കിലും ബൈ ഹാർട്ടെങ്കിലും ചെയ്ത് വെക്കുക. അപ്പോൾ കെ ഡി, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണ്, ഇ എം എഫ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ടു ഇ എം എഫ് വിത്ത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ കെ ഡി എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിൻ്റെ കേസിൽ കെ ഡി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം, ലാസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഇ എം എഫ് ഇക്വേഷനാണ്. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷനെ കുറിച്ചാണ് അടുത്ത പാർട്ട്. ഇ എം എഫ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനൊന്നും നിങ്ങൾ പഠിക്കണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ചിലപ്പോൾ ഒരു പ്രോബ്ലം തന്നതിനാൽ ചെയ്യണമെങ്കിൽ എന്തായാലും ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആർ എം എസ്, അതായത് എന്താണ് ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് പെർ ഫേസ്, അതിൻ്റെ ഇക്വേഷനാണ് 2.22 ഇൻറ്റു 5 ഇൻറ്റു എഫ് ഇൻറ്റു ഇസഡ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും കാണാണ്ട് പഠിച്ചിരിക്കുക. ഇത് ട്രാൻസ്ഫോമറിൻ്റെ കേസിനകത്താണെങ്കിൽ നേരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ, 4.44 5 ഇൻറ്റു എഫ് ഇൻറ്റു എൻ. ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ, ഇത് ഓൾട്ടർനേറ്ററിൻ്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് കണ്ടറിയാം ഇത് തമ്മിൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ 2.22 ഇവിടെ 4.44. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. അപ്പോൾ മറന്നു പോകാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോ ടേംസ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഈ 2.22 ഫൈ എന്താണ്, ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോളാണ്. ഫ്ലക്സ് പെർ പോളാണ്, യൂണിറ്റാണ് വെബർ കൊടുത്തിരിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഹെഡ്സിലാണ് അത് പറയുക. അതുപോലെ തന്നെ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്. ഇനി നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച കെ പി കെ ഡി ഒക്കെ ഇല്ലേ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും പിച്ച് ഫാക്ടറൊക്കെ, അതൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മൾ ഇ എം എഫിൻ്റെ പറയുന്നുണ്ട്. ഇ ആർ എം എസ് പെർ ഫേസ് ഇസ് ഈക്വൽ ടു എന്താണ്, 2.22 ഇൻറ്റു കെ പി ഇൻറ്റു കെ ഡി ഇൻറ്റു 5 ഇൻറ്റു എഫ് ഇസഡ്. അപ്പോൾ ചിലപ്പോൾ ഇത് ചോദിക്കാണ്ടിരിക്കുക, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് കാൽക്കുലേഷനുള്ളതൊന്നും സാധാരണ PSC ചോദിക്കാറില്ല. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെ പിയും കെ ഡി ഒക്കെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, കെ പി കെ ഡി ഒക്കെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇക്വേഷനിൽ കെ പി കെ ഡി തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിർത്തരുത്. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഇതാണ്.